പത്രക്കാരെ കാണുമ്പോൾ കടക്ക് പുറത്ത് എന്ന് പറയാനും വീട്ടിൽ പോയി ചോദിച്ചാൽ മതി അല്ലെങ്കിൽ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നൊക്കെ പറയാനും ഇനിയൊരു മുഖ്യമന്ത്രി ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ് പത്രക്കാർക്ക് എന്ന് തോന്നി തുടങ്ങി. കഴിഞ്ഞ ദിവസം പത്രക്കാരോട് സംസാരിച്ച നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കഴിഞ്ഞ 10 വർഷം കണ്ടതിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു സംസാര ശൈലിയാണ് കാഴ്ചവെച്ചത്. പണ്ട് നായനാർ സഖാവിന്റെ കാലത്ത് മീഡിയകൾക്ക് സംസാരിക്കാൻ വളരെ സുഖമായിരുന്നു. അദ്ദേഹത്തെ കൊന്നു കൊലവിളിച്ചുകൊണ്ടെഴുതുന്ന മനോരമ പോലും അദ്ദേഹത്തോട് സൗമ്യമായി സംസാരിക്കാനും അദ്ദേഹം തിരിച്ചു സംസാരിക്കാനും ഒക്കെ അന്ന് കഴിഞ്ഞിരുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഒരാൾ ആശയപരമായ മറ്റൊരാളോട് സംസാരിക്കേണ്ടത് എന്നതിന്റെ ഒരു തിരിച്ചറിവായിരുന്നു. ആ തിരിച്ചറിവ് ഇല്ലാതിരുന്ന അഥവാ അത് പ്രകടിപ്പിക്കാൻ അറിയാതിരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ചിരുന്നെങ്കിൽ വി ഡി സതീശൻ അതിനൊരു അപവാദമാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ച ആ രീതി നമുക്കൊന്ന് കാണാം. എങ്ങനെയാണ് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു ജനനേതാവ് മാധ്യമങ്ങളെ സമീപിക്കേണ്ടത്, അവരുടെ ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി പറയേണ്ടത്, എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നൊക്കെ നമുക്കൊന്ന് കാണാം. സ്പീക്കർ ഒരു വനിത കൂടി വരികയാണ്, ഒന്നും ശ്രദ്ധിച്ചില്ല. ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണും, തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. നമുക്ക് നോക്കാം, നമുക്ക് പരിശോധിക്കാം. നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ നടക്കുമല്ലോ. പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ജനാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കാനാണ്. ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെയാണ്. അല്ലാതെ വെറുതെ വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞ വാക്കിന് വ്യവസ്ഥയിലേക്ക് പിന്നെ നോക്കാം, നമുക്ക് ആലോചിക്കാം. എന്തായാലും ഞാൻ നിങ്ങളെ കാണാതെ പോണ ആളല്ലല്ലോ. ഇന്നലെ ഇന്നും മിനിങ്ങാന്നുമായിട്ട് എത്ര പ്രാവശ്യം നിങ്ങളെ കണ്ടില്ല? ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും? അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങളെ കാണുന്ന ഒരു രസമല്ലേ? നിങ്ങളെന്നെ വിമർശിക്കുകയും വേണം. നിങ്ങളെ വിമർശിക്കുകയും വേണം, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും വേണം. നിങ്ങൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ നമ്മളത് തിരുത്തും. പ്ലീസ് ഞാൻ പറഞ്ഞോട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രി ആകാൻ പോകുന്നയാൾ വിമർശനത്തിന് അതീതനല്ല. വിമർശിക്കണം, പക്ഷെ ആകാശത്ത് നിന്ന് വാർത്തയുണ്ടാക്കരുത്. വാർത്തയുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിനെന്തിനാ മറുപടി പറയണം? നിങ്ങൾ സത്യസന്ധമായും വിമർശനാത്മകമായും നാട് നന്നാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങളുടെ ഇടപെടലുകളെ സ്വാഗതം ചെയ്യും, നിങ്ങളുടെ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യും. കറക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്യും. മാധ്യമങ്ങൾ ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് കൂടി മാറണം എന്നുള്ള അഭിപ്രായക്കാരൻ. അല്ലാതെ എല്ലാ ദിവസവും ഇപ്പൊ 2-3 ദിവസമായിട്ട് നല്ല എന്നെ കുറിച്ച് നല്ല എനിക്ക് ഭയങ്കര രസമുണ്ട്. രാവിലെ ആകുമ്പോൾ നല്ല വാർത്തകളാണ്. എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല എന്ന് എനിക്കറിയാം. യാഥാർത്ഥ്യബോധമില്ലേ? നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ, യാഥാർത്ഥ്യബോധമുണ്ട്. വിമർശനങ്ങൾ വരും, അപ്രിയങ്ങളായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, അല്ലേ? നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ചിലപ്പോൾ അപ്രിയങ്ങളായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഗംഭീരാക്കാം. അത് നിങ്ങളെല്ലാവരും കൂടി സഹകരിക്കണം. നിങ്ങൾ ആലോചിക്കണം, ഒരു പുതുയുഗ കേരളത്തിന് തുടക്കമിടാൻ വേണ്ടിയിട്ടാണ് UDF വരുന്നത്. അത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, നിങ്ങളുടെ കൂടി ഉത്തരവാദിത്വമാണ്, മാധ്യമങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഒരു പോസിറ്റീവ് അപ്രോച്ച് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഞാൻ നിങ്ങളോട് മാത്രമല്ല, മാധ്യമങ്ങളോട് മൊത്തമായിട്ട് ഞാൻ അത് പറയാം. നല്ല കാര്യങ്ങൾ വരുമ്പോൾ നമുക്കതിനെ പ്രോത്സാഹിപ്പിക്കുകയും നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്യാം. തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ വിമർശിച്ചാൽ എന്താ? അത് വേണം എന്നുള്ള അഭിപ്രായമാണ് ആ അഭിപ്രായമാണ്. ഞാൻ നെഹ്റുവിയനാണ്, നിങ്ങൾക്ക് അറിയില്ലേ? ഇല്ലേ? ആ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണ്. Different angles. Don't forget to subscribe and support this channel.